സുഗമാദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവികയും മുരളിയും കൂടി എല്ലായിടത്തും നന്ദനെ ചെന്ന് അന്വേഷിച്ചെങ്കിലും ഒരു സ്ഥലത്തും കാണാണ്ടാകുമ്പോഴാണ് ഗൗരിയുടെ ഫോൺ വരുന്നത്. മുരളിയേട്ട നന്ദനും ഇവിടെ ഉണ്ട്, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാങ്ങുമെന്നും പറഞ്ഞു. അങ്ങനെ മുരളിയും ദേവികയും കൂടി വീട്ടിലോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് നന്ദനാണെങ്കിൽ ദേവികയുടെ വണ്ടി കണ്ടതും എന്തോ കണ്ട് പേടിച്ചതുപോലെ അകത്തേക്ക് കയറി ഓടുന്നുണ്ട്. പിന്നീട് ദേവിക വന്നിട്ട് നന്ദു എന്തെന്ന് ചോദിക്കുമ്പം ഭാർഗവി പറയുന്നുണ്ട് നന്ദൻ അകത്തുണ്ട്, വാ അകത്തേക്ക് പോണ കണ്ടു. എന്താ പറ്റിയ നന്ദനെന്ന് ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ല ആൻറ്റി, കുറച്ച് ദിവസമായി നന്ദൻ ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തോ ഒരു വിഷമം നന്ദനെ അലട്ടുന്നുണ്ട്. അതെന്താണെന്ന് നന്ദു ഞങ്ങളോടൊന്നും പറയണമില്ല. എന്തായാലും ഇന്ന് അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കണം എന്നും പറഞ്ഞ് ദേവികയാണെങ്കിൽ അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ടെങ്കിലും അവിടെ എങ്ങും നന്ദുവിനെ കാണുന്നില്ല. ആ സമയത്ത് നന്ദു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഈ ദേവികയുടെ വിളി കേട്ടതും നന്ദു ആണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി പോകാനായിട്ട് വെളിയിലോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ മുരളി ഈ നന്ദൻ്റെ ഈ പരാക്രമമൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് മുരളി വേഗം തന്നെ വന്ന് നന്ദൻ്റെ കയ്യെ പിടിച്ച് നിർത്തിയിട്ട് എന്താ നന്ദ, നീ ഇതെവിടെ പോവാ, നീ എന്തേ കാണിക്കണേ, ദേവിക വിളിച്ചിട്ട് നീ കേട്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം നന്ദനാണെങ്കിൽ ഇങ്ങനെ ആകെ ഭയന്ന് നിൽക്കുന്നുണ്ട്. ഇതേസമയം ഈ മുരളിയുടെ സംസാരം കേട്ടിട്ട് ദേവിക ഓടി വരുന്നുണ്ട്. ദേവിക ഓടി വന്നതും എന്താ നന്ദുവിന് എന്താ പറ്റിയേ, എല്ലാവരും നന്ദുവിനെ കാണാണ്ട് വിഷമിച്ചിരിക്കുക, ഞാനിപ്പോൾ ഇവിടെ ഉണ്ടെന്ന് വിളിച്ച് പറഞ്ഞതിന് ശേഷം അവർക്ക് സമാധാനമായത്. വാ നന്ദു, നമുക്ക് വീട്ടിലോട്ട് പോകാം, അച്ഛനും അമ്മയും അവിടെ നന്ദുവിനെ നോക്കിയിരിക്കുക. ആ സമയത്ത് നന്ദനാണെങ്കിൽ ഇങ്ങനെ പേടിച്ച പോലെ കിടന്ന് കാണിക്കണ കാണുമ്പം ദേവിക ചോദിക്കുന്നുണ്ട് നന്ദുവിന് എന്താ പറ്റിയേ, സത്യം പറ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ നന്ദുവിനെ അലട്ടുന്ന എന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട്, അതെന്താണെങ്കിലും ഞങ്ങളോട് പറയാമെന്ന് പറയുമ്പോൾ മുരളിയും പറയുന്നുണ്ട് എന്ത് പ്രശ്നമാണെങ്കിലും ഞങ്ങളെല്ലാവരും നിൻ്റെ കൂടെ നിൽക്കാടാ, ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാം, നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറ, അല്ലാതെ ഇങ്ങനെ ഓടി ഒളിച്ചിട്ട് എന്താ കാര്യം എന്ന് വയ്ക്കുമ്പം നന്ദനാണെങ്കിൽ ഒന്നും പറയണില്ല. ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് നിൽക്കുന്ന സമയത്ത് ദേവിക സങ്കടത്തോടു കൂടി നന്ദനെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് നന്ദനാണെങ്കിൽ ദേവികയെ ഒന്ന് ആശ്വസിപ്പിക്കുകയോ ഒന്നും ചെയ്യണില്ല. ഇതെല്ലാം നമ്മളുടെ മുരളി നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട്. ദേവിക ഈ മാതിരി കരഞ്ഞിട്ടും നന്ദനൊന്ന് ആശ്വസിപ്പിക്കണ പോലും ഇല്ലല്ലോ. അപ്പം നന്ദൻ്റെ മനസ്സിന് കാര്യമായിട്ടുള്ള എന്തോ ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം, ഇല്ലെങ്കിൽ നന്ദൻ്റെ അവസ്ഥ കൂടുതൽ മോശമാവും. ഏതായാലും നന്ദനെ എത്രയും പെട്ടെന്നൊരു ഹോസ്പിറ്റലിൽ കാണിക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ആ സമയത്ത് ഭാർഗവി വന്നിട്ട് ചോദിക്കുന്നുണ്ട് മോനക്ക് എന്താ പറ്റിയേ, മോൻ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, മോൻ്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ മോനത് ഞങ്ങളോട് പറ, ഒന്നുമില്ലെങ്കിലും മുരളി നിൻ്റെ കൂട്ടുകാരനല്ലേ, എന്ത് കാര്യം ഉണ്ടെങ്കിലും നീ മുരളിയോട് പറയുന്നതല്ലേ, ഈ കാര്യം മാത്രം എന്തിനാ മറച്ചു വെക്കണേ, എന്ത് പ്രശ്നമാണെങ്കിലും ഞങ്ങളെല്ലാവരും നന്ദമോൻ്റെ കൂടെ ഉണ്ടാവുമെന്ന്. ഈ സമയത്ത് നന്ദു ആണെങ്കിൽ ഇതൊന്നും കേട്ട ഭാവം പോലും വയ്ക്കാതെയാണ് ഇങ്ങനെ നിൽക്കണം. ആ സമയം മുരളി പറയുന്നുണ്ട് എന്തായാലും ദേവിക നന്ദുവിനെ വിളിച്ചുകൊണ്ട് പോവാം, നമുക്ക് നേരെ ചന്ദ്രോത്തേക്ക് പോവാം, അവിടെ ചെന്നിട്ട് പ്രഭയാൻ്റെയും മംഗളും തീരുമാനിക്കട്ടെ നന്ദനെ എവിടെയോ കൊണ്ടുപോകണ്ടേ, ഏത് ഡോക്ടറെ കാണിക്കണ്ടേന്ന്, എന്തായാലും വാന്നും പറഞ്ഞുകൊണ്ട് മുരളി വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നന്ദനെയും കൊണ്ട് ദേവികയും മുരളിയും കൂടി ചന്ദ്രോത്ത് ചെന്ന് കഴിയുമ്പം പ്രഭാവതിയും സിദ്ധാർത്ഥനും ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് നന്ദു നീ എവിടെയായിരുന്നു, ഞങ്ങളാകെ പേടിച്ചു പോയല്ലോ, നീ എന്തുകൊണ്ട് ആരോടും പറയാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്ന് ചോദിക്കുമ്പം ഈ നന്ദനാണെങ്കിൽ ഒന്നുമില്ല എന്ന് മാത്രമേ പറയണുള്ളൂ, നീ എന്ത് പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കണേ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങളോട് തുറന്നു പറ, അതിപ്പോൾ എത്ര വലിയ കുറ്റമാണെങ്കിലും ഞങ്ങൾ നിൻ്റെ കൂടെ തന്നെ നിൽക്കാം, ഇനി കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ലയെന്ന് തന്നെ പറയുന്നുണ്ട്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് ഞാൻ കെവിനെ വിളിച്ചിരുന്നു, കെവിനോട് ചോദിച്ചപ്പോഴും കമ്പനിയിൽ ഒരു പ്രശ്നമില്ലാന്നാണ് കെവിൻ പറഞ്ഞത്, പിന്നെ ഈ നന്ദൻ എന്താ പറ്റിയത്, എന്താണെങ്കിലും സത്യം ഞങ്ങളോട് പറ നന്ദാന്ന് പറയുന്നു. ആ സമയത്ത് മുരളി പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും നന്ദനെ ഒരുപാട് നിർബന്ധിക്കണ്ട, നന്ദൻ പറയുമ്പോൾ പറയട്ടെ, തൽക്കാലം അവൻ കുറച്ച് സമയം റെസ്റ്റ് എടുക്കട്ടെ, രാവിലെ തൊട്ട് അവനിങ്ങനെ അലഞ്ഞ് നടക്കാമല്ലായിരുന്നോ, എന്നാൽ ശരി നന്ദു പോയി കുറച്ച് സമയം വിശ്രമിക്കുന്നു പറഞ്ഞുകൊണ്ട് ദേവിക നന്ദനെ റൂമിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതി ആണെങ്കിൽ സി പിനെ വിളിച്ചിട്ട് സി പിയോട് വീട്ടിലോട്ട് വരാനായിട്ട് പറയുന്നുണ്ട്. ആ സമയത്ത് സി പി പറയുന്നുണ്ട് ഞാനിപ്പോൾ തന്നെ വരാൻ മേടുന്നു. അങ്ങനെ സി പി വീട്ടിൽ ചെന്നതും അരുന്ധതി ചോദിക്കുന്നുണ്ട് ഋഷി പിന്നെ വിളിച്ചിരുന്നോ സി പി എന്ന് ചോദിക്കുമ്പം ഇല്ല മേഡം, ഋഷിയെ താൻ തിരിച്ചു വിളിച്ചില്ലേ എന്ന് ചോദിക്കുമ്പം തിരിച്ചു വിളിച്ചു, ആ നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫാ, ഇനിയിപ്പോൾ ഋഷി നിൽക്കുന്ന സ്ഥലത്ത് റേഞ്ച് ഇല്ലാത്തത് കൊണ്ടാണോന്നൊന്നും അറിയില്ല, എന്തായാലും നമുക്ക് കുറച്ച് ദിവസം കൂടി നോക്കാം, എന്നിട്ടും ഋഷിയെക്കുറിച്ച് വിവരമൊന്നുമില്ലെങ്കിൽ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാം. ആ സമയം അരുന്ധതി പറയുന്നുണ്ട് എന്തായാലും ഋഷിയുടെ സുഹൃത്തുക്കളെ ഒന്ന് കണ്ട് സി പിക്ക് ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഋഷിയുടെ സുഹൃത്തുക്കളെയൊക്കെ ഞാൻ കണ്ടു, അവർ പറഞ്ഞത് ഋഷി കുറേ ദിവസത്തെ ഒരു യാത്രയ്ക്കാണെന്നും പറഞ്ഞാൽ അവരുടെ അടുത്തൊന്ന് പോയത്, അതുമാത്രമല്ല ഋഷി പോകുന്ന സ്ഥലത്തൊന്നും മൊബൈലിന് റേഞ്ച് ഉണ്ടാവില്ല, അതുകൊണ്ട് മിക്കവാറും മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരിക്കും, വിളിക്കാനൊന്നും പറ്റില്ല എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞതെന്ന് പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട് അങ്ങനെയാണോ, എന്നാൽ പിന്നെ പേടിക്കാനൊന്നുമില്ല, എന്തായാലും കുറച്ച് ദിവസം കൂടെ നോക്കിയിട്ട് ഋഷിയെ കണ്ടില്ലെങ്കിൽ
നമുക്കിത് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ ആ പ്രഭാവതി എങ്ങാനും ഋഷിയെ ഉപദ്രവിച്ച് കാണുമെന്ന് ചോദിക്കുമ്പോൾ CP പറയുന്നുണ്ട്, ഇല്ല മാഡം, അതിനൊന്നുള്ള ചാൻസ് ഇല്ല. ആ നന്ദനാണെങ്കിൽ ഋഷി സ്വന്തം മനുഷ്യനെ കൂട്ടുക, ദേവികയാണെങ്കിലും അതുപോലെ തന്നെ. പിന്നെ ഇപ്പം ഋഷിയുടെ പെരുമാറ്റം കൊണ്ട് അവർക്ക് ഇത്തിരി ഇഷ്ടക്കുറവുണ്ടായിട്ടുണ്ടെങ്കിലും ഒരനിയൻ ചെയ്ത തെറ്റായി കണ്ട് അവരത് പുറത്തോളൂ എന്ന് ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്. അത് CP പറഞ്ഞത് നേരെ. അന്ന് പ്രഭാവതിയെ അമ്പലത്തിൽ വെച്ച് ഋഷി അപമാനിച്ചിട്ടും നന്ദൻ ഋഷിയെ കണ്ട് ചോദിക്കാനൊന്നും വന്നില്ല. വേറെ വല്ല മക്കളും ആണെങ്കിൽ അതിന് പ്രതികാരം ചെയ്യാനായിട്ട് വന്നേനെ. അതുകൊണ്ട് തന്നെ ചന്ദ്രോത്തുള്ളൊരു ഋഷിയെ ഉപദ്രവിക്കൂ എന്നുള്ള പേടിയൊന്നും എനിക്കില്ലാന്ന്. ഇതേസമയം നമ്മുടെ രജനിയാണെങ്കിൽ ആകെ ഇങ്ങനെ ദേഷ്യവും സങ്കടമൊക്കെ ആയിട്ടിരിക്കുകയാണ്. ആ സമയത്ത് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നിനക്ക് പ്രശ്നം എന്ന് ചോദിക്കുമ്പം അമ്മ കണ്ടില്ലേ നന്ദൻ്റെ അവസ്ഥ, അവനെ ഈ അവസ്ഥയിലാക്കിയത് അവളെ ഒറ്റ അവളോട് നമ്മൾ അന്നേ പറഞ്ഞതല്ലേ ഇലക്ഷനിൽ മത്സരിക്കണ്ടാന്ന്. അന്ന് അവളത് അനുസരിച്ചിരുന്നെങ്കിൽ ഇപ്പം നന്ദന് ഈ അവസ്ഥ വരില്ലായിരുന്നു. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, അതും ഇതും തമ്മിൽ എന്താ രജനി ബന്ധം? അന്ന് ഇലക്ഷനിൽ മത്സരിച്ചപ്പോഴും ജയിച്ചപ്പോഴും ഒന്നും നന്ദന് ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇപ്പോൾ 2 ദിവസം കൊണ്ടാണ് നന്ദൻ്റെ അവസ്ഥ ഇങ്ങനെയായത്. അതിന് ദേവിക തെറ്റുകാരി ആവണ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പം രജനി പറയുന്നുണ്ട്, അവളുടെ കയ്യിലെ തെറ്റുകൊണ്ട് തന്നെയാണ് നന്ദൻ ഇങ്ങനെ ആയത്. അവനക്കൊന്ന് സ്വതന്ത്രമായിട്ട് സംസാരിക്കാനോ പെരുമാറാനോ ഉള്ള സാഹചര്യം ഇവിടെയുണ്ടോ? അവളെപ്പോഴും MLA ആണെന്ന് പറഞ്ഞ് തിരക്കിലല്ലേ എന്ന് ചോദിക്കണം. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, രജനി നീ ഇങ്ങനെ ആവശ്യമില്ലാത്തതൊക്കെ പറയില്ലേ, ഇതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാനാണെങ്കിൽ നീ ഇവിടെ നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് ഗിരിയുടെ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോളാം. ആ സമയത്ത് രജനി പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഞാനിവിടെ സ്ഥിരതാമസത്തിന് വന്നതൊന്നുമല്ല, ഇപ്പം തന്നെ ഗിരി വരും, ഗിരി വന്നാൽ ഞാൻ ഗിരിയുടെ കൂടെ പോയിക്കോളാം. അമ്മയ്ക്കും അച്ഛനും ഒരു ശല്യമായിട്ട് ഞാനിവിടെ നിൽക്കണില്ല. ഇപ്പം നിങ്ങൾക്ക് ഞാൻ മോള് പോലും അല്ലല്ലോ, നിങ്ങളുടെ മോള് ദേവികയല്ലേ എന്ന് ചോദിക്കണം. ആ സമയത്ത് പ്രഭാവതി ഇവളോട് എന്ത് പറഞ്ഞാലാ ഇവൾക്ക് മനസ്സിലാവണേന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഗിരിയാണെങ്കിൽ വീട്ടിലേക്ക് വന്നിറങ്ങിയതും രജനി ചെന്നിട്ട് നന്ദൻ വന്ന് ഗിരി എന്ന് പറയുന്നു. ആ സമയത്ത് നന്ദന എവിടെയായിരുന്നു, എന്തായാലും നന്ദന എന്നാ പറ്റിയേ, വാ നമുക്ക് നന്ദനെ ഒന്ന് കാണാമെന്നും പറഞ്ഞ് ഗിരീഷും രജനിയും കൂടി നന്ദൻ്റെ റൂമിലോട്ട് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് നന്ദനാണെങ്കിൽ ആകെ ടയേർഡായിട്ട് ഇങ്ങനെ കിടക്കാണ്. അപ്പോൾ രജനി പറയുന്നുണ്ട്, ഇത്രയും നേരം നന്ദന ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഒന്ന് ഉറങ്ങിയുള്ളൂ, അതുകൊണ്ട് ഗിരി തൽക്കാലം നന്ദനെ വിളിക്കണ്ട, അവൻ ഉറങ്ങട്ടെ, കുറച്ച് സമയം കഴിഞ്ഞ് എഴുന്നേൽക്കുമല്ലോ, അപ്പോൾ സംസാരിക്കാം, തൽക്കാലം നമുക്ക് താഴേക്ക് പോകാമെന്ന് പറഞ്ഞ് ഗിരിയും രജനിയും താഴേക്ക് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നന്ദനെ ഭക്ഷണം കഴിക്കാനായിട്ട് ദേവിക താഴേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, എനിക്ക് വിശപ്പില്ല ദേവി, ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, അവിടെ അച്ഛനും അമ്മയും നന്ദനെ കാത്തു നിൽക്കുക, എന്തായാലും വാ നന്ദു എന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് താഴേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് പ്രഭാവതിയാണെങ്കിൽ നന്ദൻ്റെ പ്ലേറ്റിലേക്ക് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നന്ദന അതൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ ഇരിക്കുമ്പം ദേവിക പറയുന്നുണ്ട്, നന്ദു എന്താ നന്ദു ഇങ്ങനെ ഇരിക്കണേ, ഭക്ഷണം കഴിക്കും നന്ദു എന്ന് പറയുമ്പോൾ എന്ന് ചോദിച്ച് നന്ദു നെട്ടണ പോലെ ഇങ്ങനെ പേടിച്ച് ദേവികയുടെ നേരെ നോക്കുന്നുണ്ട്. ആ സമയത്ത് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, ശരിക്കും നന്ദ നിനക്ക് എന്താ പ്രശ്നം, നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ഞങ്ങളോട് പറ, അല്ലാതെ മനസ്സിൽ വെച്ചിട്ട് എന്തിനാന്ന് ചോദിക്കുമ്പോൾ എന്ത് പ്രശ്നം വെച്ചാൽ എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയുന്നു. ആ സമയത്ത് സിദ്ധാർത്ഥന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് സിദ്ധാർത്ഥൻ നന്ദൻ്റെ നേരെ കൈ ഓങ്ങിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഞങ്ങളെ പൊട്ടനാക്കുവാണോ, ഒരു പ്രശ്നമില്ലാഞ്ഞിട്ടാണോ നീ ഇങ്ങനെ തലക്ക് വെളിവില്ലാത്ത പോലെ വെക്കുന്നത് കാണിക്കണേന്ന്. ആ സമയത്ത് ദേവിക വേണ്ട അച്ഛാ, നന്ദനെ വഴുക്ക് പറയണ്ട, നന്ദുവിന് വയ്യാത്തത് കൊണ്ടല്ലേ, എന്തായാലും അച്ഛനിപ്പോൾ നന്ദുവിനൊന്നും പറയല്ലേ അച്ഛൻ. ആ സമയത്ത് പ്രഭാവതിയും പറയുന്നുണ്ട്, അത് മോള് പറഞ്ഞത് നേരെ സിദ്ധു, ഇപ്പം നന്ദുവിനൊന്നും പറയണ്ട, എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഗിരീഷിനും കൂടി വന്നിട്ട് നമുക്ക് നന്ദനോട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാമെന്ന്. ആ സമയത്ത് നന്ദൻ ഇങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കാതെ തന്നെ ഇരിക്കുകയാണ്. ആ സമയത്ത് ദേവിക കഴിക്കും നന്ദു എന്നും പറഞ്ഞ് നിർബന്ധിക്കുമ്പം നന്ദനാണെങ്കിൽ കുറച്ച് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നീട് പ്രഭാവതി പറയുന്നുണ്ട്, എന്തായാലും മോള് നന്ദനെ കൊണ്ട് റൂമിലേക്ക് പോയിക്കോ, കുറച്ച് സമയം നന്ദൻ റെസ്റ്റ് എടുക്കട്ടെ, അതോടുകൂടി മനസ്സൊക്കെ ശരിയായി വന്നോളൂന്ന്. അങ്ങനെ നന്ദനെയും കൊണ്ട് ദേവിക റൂമിലോട്ട് പോകുന്നുണ്ട്. ഇതേസമയം മുരളി വീട്ടിലോട്ട് ചെന്നതും ഭാർഗവി ചോദിക്കുന്നുണ്ട്, നന്ദൻ വീട്ടിൽ ചെന്നിട്ട് മാറ്റം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഒരു മാറ്റവും. നന്ദൻ അതുപോലെ തന്നെയാണ്, എല്ലാവരെയും കാണുമ്പം പേടിച്ച് വിറക്കണ പോലെ നന്ദൻ്റെ ഭാവങ്ങളൊക്കെ, എന്തോ ഒരു കാര്യം നന്ദൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും അപ്പുറത്തുള്ള എന്തോ ഒരു കാര്യം, അതുകൊണ്ടാണ് നന്ദൻ അത് ആരോടും പറയാതിരിക്കുന്നത്. അതെന്താണെന്ന് മനസ്സിലാവാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നന്ദനും ദേവികയും റൂമിൽ ചെന്നതും നന്ദനോട് ദേവിക പറയുന്നുണ്ട്, നന്ദു കുറച്ച് സമയം കിടന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല ദേവി, എനിക്ക് ആകെ പേടിയാകുമെന്ന് പറയുന്നു. ആ സമയത്ത് ദേവിക ചോദിക്കുന്നുണ്ട്, ശരിക്കും നന്ദുവിൻ്റെ പ്രശ്നം എന്താണെങ്കിലും എന്നോടും അച്ഛനോടും ഒക്കെ പറ, ഞങ്ങൾ പരിഹരിച്ച് തരാം, അതിപ്പോൾ എത്ര വലിയ പ്രശ്നമാണെങ്കിലും ഞങ്ങൾ നന്ദുവിൻ്റെ കൂടെ തന്നെ നിൽക്കാം, ഞങ്ങളോട് തുറന്ന് പറ നന്ദു. ആ സമയത്ത് നന്ദനാണെങ്കിൽ ഈ ഋഷിയുടെ കാര്യം മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ട്, ഋഷിയെ തല്ലിയതും ഋഷി ബോധം കെട്ട് വീണതൊക്കെ അതോർത്തതും ഒന്നുമില്ല ദേവി എന്ന് പറയുന്നു. അന്നേരം ദേവിക വീണ്ടും നന്ദനോട് പറയുന്നുണ്ട്, നന്ദു ഇനി ഇങ്ങനെ
മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ ഞാനും നന്ദുവിൻ്റെ അതേ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അല്ലെങ്കിൽ തന്നെ ഞാനിപ്പോൾ മാനസികമായി ആകെ തകർന്നിരിക്കുക. നന്ദുവിനെ പോലെ ഞാനും റൂം അടച്ചിരിക്കേണ്ട വരും നന്ദു. അതുകൊണ്ട് നന്ദു എന്നോട് സത്യം തുറന്ന് പറയാമെന്ന്. അത് കേട്ടതും നന്ദനാണെങ്കിൽ ഇങ്ങനെ ആകെ വെപ്രാളത്തിൽ എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.